ധന്യ, ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് പാപ്പനംകോടുള്ള ഈ മരണപ്പെട്ട വൈഷ്ണയുടെ വീടിനടുത്താണ്. വീട്ടിൽ വൈഷ്ണയും രണ്ട് മക്കളും അമ്മയും അനുജനും ഒരുമിച്ചാണ് താമസം. ഏതാണ്ട് 6 മാസമായി ഇവിടേക്ക് ഈ വാടക വീട്ടിലേക്ക് എത്തിയിട്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിലായിരുന്നു താമസം. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ വീട്ടിലുള്ള അമ്മയും മക്കളും ഈ മരണവിവരം അറിഞ്ഞിട്ടില്ല. ചെറിയ കുട്ടികളാണ്, 5ലും 7ലും പഠിക്കുന്ന ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് വൈഷ്ണയ്ക്കുള്ളത്. ഈ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ 34-കാരിയുടെ മരണം നാട്ടുകാരും കേട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദിവസവും ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം മാത്രം ദൂരമുള്ളൂ പപ്പനംകോടിലെ ഈ തീപിടിച്ച സ്ഥാപനത്തിലേക്ക്. അവിടേക്ക് ജോലിക്ക് പോവുകയായിരുന്നു ഈ വൈഷ്ണയുടെ സ്ഥിരം ദിനചര്യ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ കുറച്ചു കാലമായി ഭർത്താവുമായി പിണങ്ങി താമസിക്കുകയാണ് എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളൊന്നും നാട്ടുകാർക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു, വലിയ സന്തോഷത്തോടെ എല്ലാവരുമായി സംസാരിക്കുന്ന ആളാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്കൊപ്പം ഇവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ചുമതലക്കാരൻ കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, ഈ വൈഷ്ണയെ കുറിച്ച് എങ്ങനെയാണ്? അതെൻ്റെ വീടിൻ്റെ അടുത്താണ് മുമ്പ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഒരു 5-6 മാസമായുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. നല്ലൊരു പെരുമാറ്റമാണ്. ഞാൻ ഇൻഷുറൻസ് കമ്പനിയിലൊക്കെ പോകുമ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു ഓട്ടോ ഡ്രൈവറെന്നും കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഒരു സഹോദരനുണ്ട്, അത് വർക്ക്ഷോപ്പാണെന്ന്. ഇവിടെ വന്നതിന് ശേഷം ഭർത്താവിനെ കുറിച്ച് യാതൊരു വിവരവും കണ്ടിട്ടില്ല. തീർച്ചയായും തന്നെ ഇവിടെ നിന്ന് ഏതാണ്ട് അവിടെ കാണുന്നതാണ് ഈ വൈഷ്ണയുടെ ഈ വീടിന് തൊട്ടപ്പുറത്ത് കാണുന്നതാണ്. ആ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല. അനുജൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അമ്മ 2 കൊച്ചുമക്കളെ കൂട്ടാനായി സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. നാളെ ഓണപ്പരീക്ഷ എഴുതേണ്ട മക്കളാണ്. അവര് ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മയും കുഞ്ഞുങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ ഓണപ്പരീക്ഷ എഴുതാനിരിക്കുന്ന 2 കുഞ്ഞുങ്ങളാണുള്ളത്. അത് 5ലും 7ലും പഠിക്കുന്ന 2 കുഞ്ഞുങ്ങൾ. അമ്മയുടെ മരണവാർത്ത ഇതേവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ദാരുണമായത്. ശരി, ആശുക്ക് എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിജോ വീണ്ടും ചേരുന്നുണ്ട്. ഷിജോ, അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഇവിടെ എത്തിയ മന്ത്രിമാരും എല്ലാം ചില അസ്വാഭാവികതകൾ, ദുരൂഹതകൾ സംശയിക്കുന്നുണ്ട്. കാരണം ഉച്ചയ്ക്ക് 1:30 ഇവിടെ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുക. അതിനുശേഷം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇതിനകത്ത് ചില ദുരൂഹതകൾ പോലീസും ഫയർഫോഴ്സും സംശയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ അടക്കം ഇവിടെ സ്ഥലത്തെത്തിയിരുന്നു. സബ് കളക്ടർ അശ്വതി ശ്രീനിവാസ് ഇന്ന് തന്നെ 24 മണിക്കൂറകം ഇവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ റവന്യൂ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിനകം ഇപ്പോഴത്തെ ഇവിടുത്തെ സാഹചര്യം വിലയിരുത്തി പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സബ് കളക്ടർ അശ്വതി ശ്രീനിവാസിന് മന്ത്രിമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ചില അസ്വാഭാവികതകൾ ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ ഈ സ്ഥാപനത്തിന്റെ പരിസരത്ത് ചില ഒച്ചയും ബഹളവും കേട്ടതായിട്ട് പ്രദേശവാസികളും പോലീസും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സാഹചര്യം എന്താണെന്നൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇതിനോട് തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിനടുത്ത് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഇതിനകത്ത് നിന്ന് ഈ സ്ഥാപനത്തിലേക്ക് പോകാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീപിടുത്തമുള്ള സാധ്യത പോലീസ് പരിശോധിക്കുകയാണ്. കാരണം ഈ തീപിടുത്തമാണ് എന്നുള്ള ഏഷ്യയിൽ നിന്ന് തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അപ്പോൾ അത് പൂർണ്ണമായിട്ടും കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരത്തിൽ ഇതിന്റെ സമീപ സ്ഥാപനങ്ങളോട് പരിശോധന നടത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഏഷ്യയിൽ നിന്ന് തീപിടുത്തം ഉണ്ടായി എന്ന് പറയുമ്പോഴും ഈ സ്ഥാപനത്തിനുള്ളിലേക്ക് കയറി പോകാൻ ചെറിയ ഒരു വഴി മാത്രമാണുള്ളത്. അങ്ങനെ തീപിടുത്തമായിട്ട് ഉണ്ടായി വലിയ പുകയുയർന്നു. അപ്പോൾ ഒരു തരത്തിലും അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ആ ജീവനക്കാരിക്ക്, ഈ സ്ഥാപനത്തിലെ ജീവനക്കാരി മരിച്ച വൈഷ്ണയ്ക്ക് ഒരു തരത്തിലും പുറത്തേക്ക് കടക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല ഉണ്ടായിരിക്കുക. അതേസമയം അവിടേക്ക് പോയ ആ കസ്റ്റമർക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും മരിച്ചതിൽ ഒരാൾ ഈ ജീവനക്കാരി വൈഷ്ണയാണെന്നും മറ്റൊരാൾ പുരുഷനാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്, സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മരിച്ച പുരുഷനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല. ഇതിൽ നേരത്തെ മരിച്ച 2ാമത്തെ ആളെ കുറിച്ചുള്ള കൂടുതൽ സ്ത്രീയാണോ പുരുഷനാണോ സംബന്ധിച്ചുള്ള ചില അധ്യക്ഷതകൾ നിലനിന്നിരുന്നു. അതിപ്പോൾ പുരുഷനാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ചില ദുരൂഹതകൾ പോലീസും സംശയിക്കുന്നത്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ പഴുതടച്ച് അന്വേഷിക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. ഫോറൻസിക് സംഘം കൂടി ഇതിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകൾ കൈവരിക. കാരണം ഫോറൻസിക് സംഘം ഇവിടെ എത്തി ഈ തീപിടുത്തം ഉണ്ടായ സാഹചര്യം വിശദമായിട്ട് പരിശോധിക്കും. തീപിടുത്തം ഉണ്ടായതിന് പകരം അല്ലെങ്കിൽ തീപിടുത്തത്തിന് പുറമെ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ തീ പടർത്താൻ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അടക്കമുള്ള കാര്യങ്ങളും ഫോറൻസിക് സംഘം വന്ന് വിശദമായിട്ട് പരിശോധിക്കും. അപകടവും അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളെ കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി സംസാരിച്ചിരുന്നു. പ്രതികരണത്തിലേക്ക്.
മിസോറാം സബ് കളക്ടർ അശ്വതി ശ്രീനിവാസനെ അടിയന്തരമായിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്ററും കളക്ടറും ഞാനുമായിട്ട് ആലോചിച്ചുകൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിവരം അറിയിക്കും.